നമസ്കാരം, എൻ്റെ പേര് ഷിബിൽ സെയിം. ഞാൻ മലപ്പുറത്തുനിന്ന് വരുന്നു. ചേങ്ങോട്ടൂരിലെ എൻ്റെ ഒരു അമ്മാവൻ്റെ സുഹൃത്താണ് പരീത്. ഈ പരീത് എന്ന് പറയുമ്പോൾ ആളൊരു ഇച്ചിരി പെട്ടെന്ന് ദേഷ്യം വരിക, ഒരിത്തിരി മണ്ടത്തരം. ആ കാര്യം ആളൊരു 23-24 വയസ്സുള്ള ഒരു യുവാവാണ്. ഫുള്ളി സ്ട്രഗിളിങ്ങിൻ്റെ ടൈമാണ്. ഏതെങ്കിലും ഒരു പണി സെറ്റായിട്ടൊന്നുമില്ല, പല ജാതി പണികൾ നോക്കും. അങ്ങനത്തെ ഒരാളാ. ഒരിക്കൽ നമ്മുടെ പരീത് ഒരു കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് പോവാണ്. പുള്ളിക്കൊരു ഇൻ്റർവ്യൂവിന് ഇത് വന്നു. അങ്ങനെ ഇൻ്റർവ്യൂവിന് പോവാണ്. ഇൻ്റർവ്യൂവിന് ചെന്നിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ മാനേജർ ഉണ്ട്. മാനേജർ പരീതിനോട് ചോദിക്കുക, പരീത് വ്യക്തിപരമായി വികസിപ്പിച്ചെടുത്ത കഴിവുകൾ എന്തൊക്കെയാണ്? അതിൽ പരീത് ഇങ്ങനെ പറയാൻ തുടങ്ങി. കഥ പറയാൻ തുടങ്ങുന്ന പോലെ പറയാൻ തുടങ്ങുക. ഞങ്ങളുടേത് ഒരു കൊച്ചു ഗ്രാമമാണ്. ആ ഗ്രാമത്തിലൊരു കുളമുണ്ട്. ആ കുളത്തിൻ്റെ കരയിൽ നിന്ന് ഞാനൊരു പരന്ന കല്ല് ഇങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ 5 പിച്ച് കുത്തിൻ്റെ ശേഷം അത് നിലത്ത് വീഴുള്ളൂ, വെള്ളത്തിൽ മുങ്ങുള്ളൂ. ഉരുണ്ട കല്ലാണെങ്കിൽ മാക്സിമം 4 പിച്ച് വരെ പോകുന്നത്. നമ്മുടെ കോർഡിനേറ്റർ മിഥുൻ ഓഡീഷന് വന്ന ആളോട് പറയുന്ന പോലെയാ നമ്മുടെ മാനേജർ പറഞ്ഞ് ഫ്രീ ആയിക്കോന്ന്. പരീത് പല ജാതി പണികൾ നോക്കുമെന്ന് പറഞ്ഞല്ലോ. ഒരിക്കൽ പരീതിൻ്റെ ഒരു ഇലക്ട്രിക്കൽ പണിയായുധം കേടുവന്നു. പരീത് മലപ്പുറത്തുനിന്ന് പെരിന്തൽമണ്ണ എന്നുള്ളൊരു നഗരത്തിലോട്ട് പോവാണ്. പെരിന്തൽമണ്ണ നിവാസികൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും, അവിടെ ഇപ്പോൾ പുതിയൊരു ബസ് സ്റ്റാൻഡ് വന്നിട്ടുണ്ട്, സഖാവ് മൂസക്കുട്ടി സ്മാരക ബസ് സ്റ്റാൻഡ്. ഇപ്പോൾ ഈ ബസ് സ്റ്റാൻഡിൻ്റെ പേര് ഈ പുള്ളിക്ക് അറിയില്ല. പക്ഷേ കണ്ടക്ടറോട് ഈ പേര് പറയണല്ലോ അവിടെയാണ് ഇറങ്ങേണ്ടത് എന്നുള്ളത്. പക്ഷേ നമ്മുടെ പരീതിൻ്റെ ഒരു സുഹൃത്ത് വാട്സപ്പിൽ ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഫോട്ടോ എടുത്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവൻ ഇതിങ്ങ് നോക്കി, ഇതിൽ സഖാവ് എന്ന് ഫുള്ളൊന്നും എഴുതിയില്ല. അതെങ്ങനെയാണല്ലോ, സ 2 പുള്ളി പിന്നെ മൂസക്കുട്ടി ആ രൂപത്തിലാണ് ഇതാ. കണ്ടക്ടർ നമ്മുടെ പരീതിനോട് ചോദിച്ചു, പരീത് എങ്ങോട്ടാ പോകുന്നത്? അതിൽ പരീത് പറയാ, ഒരു സമൂസക്കുട്ടി. ഇപ്പം ഇവിടെ ഇരിക്കുന്നതിൽ വീട്ടമ്മമാരും ഒക്കെ അമ്മമാരൊക്കെ ഉണ്ടാവും. പരീതിൻ്റെ വീട്ടിൽ പരീതിനൊരു ഉമ്മയുണ്ട്, ഒരു അമ്മായി ഉണ്ട്, ഒരു മൂത്തമ്മയുണ്ട്. ഒരിക്കൽ പരീതിൻ്റെ ഒരു അകന്ന ബന്ധു വീട്ടിലൊരു പ്രസവം നടക്കുക. അപ്പം ഈ വീട്ടിൽ ഇവർ 3 പേരുണ്ട്, ഒരു കാറുണ്ട്, ഡ്രൈവറായിട്ട് പരീത് മാത്രമേ ഉള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ പരീതിൻ്റെ പ്രായത്തിലുള്ള ഈ ഒരു യുവാക്കൾക്ക് മനസ്സിലായി ഇവർക്ക് ഈ പ്രസവത്തിൻ്റെ കേസിനൊക്കെ പോകാൻ ചെറിയൊരു മടിയുണ്ട്. മാത്രമല്ല വഴിയിൽ ഇവരുടെ ഈ പരദോഷണം നമ്മുടെ സീരിയലിൻ്റെ ക്ലൈമാക്സ് ഒക്കെ കേട്ട് പോകണമല്ലോ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇവർക്ക്. അങ്ങനെ ഇവർ ഈ വണ്ടിയിൽ ഇങ്ങനെ പോവാണ്. ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ എത്താൻ നേരത്തെ ഒരു ഷോപ്പിൽ കയറാം ഇവർ, കുട്ടിക്ക് എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ വാങ്ങാൻ. പരീതിൻ്റെ അമ്മായി പറഞ്ഞു, നീ കുട്ടിക്ക് ഒരു ട്രൗസർ വാങ്ങിക്കോന്ന്. പരീതിൻ്റെ മൂത്തമ്മ പറഞ്ഞു, നീ 2 കോഴിമുട്ട വാങ്ങിക്കോ, അവരൊന്നും ഉണ്ടാക്കിയിട്ടും കഴിച്ചിട്ടൊന്നും ഉണ്ടാവില്ലാന്ന്. പരീതിൻ്റെ ഉമ്മ പറഞ്ഞു, ഇത് രണ്ടും വേറെ വേറെ കവറിലാക്കണേ, അല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇവനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഇവന് വേറെ എങ്ങോട്ടോ പോവാണ്ട് തിരക്കുണ്ട്. ഈ ദേഷ്യമൊക്കെ വന്നിട്ട് ഈ ട്രൗസറും മുട്ടയും കവറും ഒക്കെ പാടെ സംശയം കുടുങ്ങിയിട്ട് ഇവൻ കടക്കാരനോട് പറഞ്ഞു, ചേട്ടാ ട്രൗസറിൽ 2 മുട്ടയിട്ട് തരിയെന്ന്. അങ്ങനെ നമ്മുടെ പരീത് പലതരം ജോലികൾ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. പരീത് ഒരു ദിവസം പെട്രോൾ പമ്പിൽ ഒരു ജോലിയുണ്ട് പരീതിന്. നമ്മുടെ ടോയ്ലറ്റിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്, 1-ന് 1 രൂപ, 2-ന് 2 രൂപ, ഈ സെറ്റപ്പിൽ ടോയ്ലറ്റിൻ്റെ അവിടെ നിൽക്കുന്നൊരു ജോലിയാണ്. പരീത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാളിങ്ങനെ വരികയാണ്. അതിന് ഇയാളിങ്ങനെ ഒരു പരിങ്ങലോട് കൂടി ഇയാൾക്കെന്നെ ഒരു സംശയം 1ആണോ 2ആണോ എന്ന്. ആ രൂപത്തിലാണ് ഇയാൾ വരുന്നത്. ഇയാളിങ്ങനെ ചേട്ടാ 1ആന്ന് പറഞ്ഞപ്പോൾ 1 രൂപ ചേട്ടൻ്റെ കൈ കൊടുത്തിട്ട് ഇയാൾ അകത്ത് പോയി. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇയാളിങ്ങനെ തിരിച്ചിറങ്ങി വരിക കേട്ടോ. തിരിച്ചിറങ്ങി വന്നിട്ട് പോക്കറ്റിൽ നിന്ന് 1 രൂപയും കൂടി എടുത്തിട്ട്, നേരത്തെ 1 രൂപ കൊടുത്തു, 1 രൂപയും കൂടി എടുത്തിട്ട് മേശപ്പുറത്ത് വെച്ചിട്ട് ഇയാൾ പോകുമ്പോൾ നമ്മുടെ പരീതാണല്ലോ ജോലിക്കാരൻ. പരീത് ചോദിച്ചു, അല്ലടാ നീ നേരത്തെ 1 രൂപ തന്നല്ലോ എന്ന് വെച്ച്. അതിൽ ഇയാൾ പറയാ, അത് ചേട്ടാ ബലം കൊടുത്തപ്പോൾ മൊത്തത്തിൽ 2 രൂപയായിരുന്നു. നമ്മൾ പരീത് നമ്മളെ മലപ്പുറത്തുകാരനാണല്ലോ. അപ്പോൾ ഈ മലപ്പുറത്ത് സാധാരണ ഒരു വ്യക്തി ചെയ്യുന്നത് 2 കാര്യങ്ങളാണ്. 1 നാട്ടുകാരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുക, 2 ഫുട്ബോൾ കളിക്കുക. മലപ്പുറം എന്നൊക്കെ പറയുമ്പോൾ തന്നെ ടർഫും ഫുട്ബോൾ ഗ്രൗണ്ടൊക്കെ ഓർമ്മ വരാം. ഒരിക്കലും ഒരു 7s ഫുട്ബോളിൻ്റെ ഫൈനൽ കഴിഞ്ഞിട്ട് വിജയികൾക്ക് ട്രോഫിയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക. അതിൽ അനൗൺസ്മെൻറ്റ് ഇങ്ങനെ വരിക, ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച കളിക്കാരൻ ഷമീർ എന്ന് പറഞ്ഞിട്ട്. അതിൽ നമ്മൾ പരീത് വെള്ളമടിച്ചിട്ടുണ്ട്. പരീത് വെള്ളമടിച്ചിങ്ങനെ വന്നിട്ട്, അതെങ്ങനെ ശരിയാവുക, ഈ ട്രോഫി അടക്ക ജാബിറിന് കൊടുക്കണമെന്ന്. ലോജിക്ക് വെച്ച് പരീത് പറഞ്ഞത് കറക്റ്റാണ്. കാരണം ഈ അടക്ക ജാബിറിന് 8 മക്കളുണ്ട്, ഈ ഷമീർ ഈ സീസണിൽ 6 ഗോൾ അടിച്ചിട്ടുള്ളൂ. അതിൽ തമാശക്കാണോ എന്നറിയില്ല, നമ്മുടെ പരീതിൻ്റെ ഒരു ഉറ്റ സുഹൃത്തുണ്ട്. പരീതിന് ആകെ ഒരു സുഹൃത്തുള്ളൂ, കേളുരാജ് എന്ന് പറയും. ഇയാൾ പറയണം, അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ല ഗോൾ കീപ്പർക്കുള്ള അവാർഡ് തോട്ടുംകരയിൽ അമ്മണിക്ക് കൊടുക്കണം, ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്, ഇതുവരെ ഗോളായിട്ടില്ല. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പരീതിൻ്റെ ലീലാവിലാസങ്ങൾ. താങ്ക് യു. നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു, താങ്ക് യു. ചേട്ടാ ഷിബിനെ, ഷിബിൽ, ഷിബിൻ, എല്ലാം ഷിബിൽ, SHIBIL, ഷിബിൽ. മലപ്പുറത്ത് എവിടെയാ എൻ്റെ വീട്? മലപ്പുറത്ത് തിരൂർ റോഡ്. മലപ്പുറത്ത് തിരൂർ റോഡില്. മലപ്പുറത്തെ ദേശീയ ഭക്ഷണത്തിന്റെ പേരെന്താ? ചിക്കൻ ബിരിയാണി അല്ലേ? കുറച്ചുകൂടെ താഴേക്ക് വരട്ടെ. പൊറോട്ടയും ബീഫാണ്. പൊറോട്ട കഴിക്കാറുണ്ടോ? കഴിക്കാറുണ്ട്. പൊറോട്ടന്റെ കൂടെ മീൻകറി, ബീഫ്.
നോക്കി. ഇവിടെ പറഞ്ഞു ആരോ മീൻ കറി ആ അല്ലേ? പൊറോട്ടയും മീൻ മുളക് കിട്ടും. Yes. അതാണ് മലപ്പുറത്തെ. ഞാൻ പണ്ട് മറ്റേ പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നതിന് മുൻപുള്ള കാലത്ത് ഞാൻ മലപ്പുറത്ത് പോകും. എന്റെ കുറെ സുഹൃത്തുക്കളുടെ മെഡിക്കൽ റെപ്പുകൾ ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് മെഡിക്കൽ റെപ്പുകൾ ഒന്നിച്ച് താമസിക്കുന്ന ഒരു വീടാണ്. അപ്പൊ അവിടെ എങ്ങനെയാ വെച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ 2-3 ദിവസത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകും. അവരുടെ കൂടെ ഇരിക്കുക, തമാശ പറയാം, പാട്ട് പാടാം. അപ്പൊ ഒരു ദിവസം ചെന്നപ്പോ എന്റെ ഒരു സുഹൃത്തിന്റെ അവിടെ എല്ലാവർക്കും കൂടി ഒരു ഹവായ് ചപ്പലേ ഉള്ളൂ. എല്ലാവർക്കും കൂടെ ഒറ്റരെണ്ണം. അതെങ്ങനെയാ വെച്ചാൽ അതിന്റെ സ്ട്രാപ്പിന് യാതൊരു കുഴപ്പമില്ല. ഉപയോഗിച്ച് തേഞ്ഞു പോയി. സംഭവം മുഴുവൻ തേഞ്ഞു. ഒരു ദിവസം എന്റെ ഒരു സുഹൃത്ത് ഞാൻ ചെന്നിരിക്കുന്നതിന്റെ ദിവസം നോക്കിയപ്പോ അതിന്റെ അടിഭാഗം പൊട്ടിയിരിക്കുക എന്ന് പറഞ്ഞാൽ ഉപയോഗശൂന്യം. അപ്പൊ തന്നെ അയാൾ എന്നോട് പറഞ്ഞു, ജയരാജ ഉസ്മാന്റെ കടയിൽ പോയിട്ട് 2 പൊറാട്ട ഇങ്ങോട്ട് വാങ്ങിച്ചാന്ന് പറഞ്ഞു. ചെന്താ ഉസ്മാന്റെ കടയിൽ പോയിട്ട് 2 പൊറോട്ട ഇങ്ങോട്ട് വാങ്ങിച്ചാ, എന്നിട്ട് 2 രൂപ തന്നു. ഞാൻ ഉസ്മാന്റെ കടയിൽ പോയിട്ട് പൊറോട്ട വാങ്ങിച്ചു കൊടുന്നു. ഇവൻ എന്ത് ചെയ്യുന്നു പറയാം, അതിന് 3 തുളയുണ്ടാക്കി. ആ പൊറോട്ടയ്ക്ക് 3 തുളയുണ്ടാക്കിയിട്ട് ഇവൻ ഈ സ്ട്രാപ്പ് എടുത്തിട്ട് ഈ പൊറോട്ടയ്ക്ക് ഇട്ടിട്ട് പിന്നെ അവരത് 6 മാസക്കാലം ആ പൊറോട്ട കൊണ്ടുള്ള ചെരുപ്പിട്ട് നടന്നു. അപ്പൊ ഒന്ന് ആലോചിച്ചു. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചേക്ക ആ പൊറോട്ടന്റെ ഒരു ബലോ. അതാണ് മലപ്പുറത്തിന്റെ ഒരു ദേശീയ ഭക്ഷണം. പക്ഷെ വേറെ കാര്യം ഷിബിലെ, ഈ പെർഫോമൻസ് വളരെ നന്നായിരുന്നു. പക്ഷെ ആലോചിക്കരുത്. ആലോചിച്ചാ കയ്യിന്ന് പോവും. വളവളവളവളാന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മൾ ഈ കൂടുതൽ വർത്തമാനം പറയുമ്പോൾ നമ്മള് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ അവാർഡ് നൈറ്റിനൊക്കെ നമ്മൾ ഈ ക്യൂ ഷീറ്റ് എഴുതി ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്ത് ജയരാട്ടം വരുന്നു, ബ്ലാ 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 കഴിഞ്ഞു അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നീ ആലോചിക്കാനേ പാടില്ല. അപ്പൊ നീ പലപ്പോഴും കോൺഷ്യസാ. ബോധപൂർവമായ ഒന്നല്ല ഫൺസ് അപ്പോൺ എ ടൈം. നേച്ചുറൽ ഓവർഫ്ലോ ആണ്. അപ്പൊ എന്താ വെച്ചാൽ സംശയമില്ലാതെ അങ്ങ് കലക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇപ്പൊ ഞങ്ങളുടെ അടുത്തൊരുത്തം കടയിൽ ചെന്നിട്ടേ, ചേട്ടാ ആ ഗോതമ്പൂട്ട് ഇങ്ങനെ വന്നേന്ന് പറഞ്ഞു. പുള്ളി അറിയാതെ ഗോതമ്പൂട്ടല്ല, റോട്ടിൽ നിന്ന് പൊടി പിടിച്ചിരിക്കുന്ന അരിപ്പൂട്ടാണ്. റോഡിനടുത്ത് തുറന്നു വെച്ചിട്ടേ ഉള്ള പൊടി മുഴുവൻ തിന്നിട്ട് ഗോതമ്പൂട്ട് പോലെ ഇരിക്കാറുണ്ട്. അത് പറയാണ്ട് എടുത്ത് കൊടുക്കണേന് പകരം ഈ പുള്ളി തന്നെ പറയാം അത് അരിപ്പൂട്ടാ കേട്ടോ, പൊടി പിടിച്ചിരിക്കുന്ന, കഴിച്ചോളാനായിട്ട് പറയാ ചായക്കടയെന്ന്. അതാണ് കാര്യം. സൂപ്പറാണ്, നീ സൂപ്പറാണ്, ഉഗ്രൻ. പുതിയ പാട്ടുണ്ടോ നിന്റെ? എന്നാ തട്ടിക്കോ. കവിതയോ പാട്ടോ? പാട്ട്, മ്യൂസിക്, പാട്ടാണ്. ഇവൻ സംഗീതം ചെയ്യും, ഇവൻ മ്യൂസിക് ഡയറക്ടർ. മ്യൂസിക് ചെയ്യും. വരികള് എഴുതി, ഞാൻ തന്നെ എഴുതി. അപ്പൊ എല്ലാം ചെയ്യും. അപ്പൊ ഹരിപി നായർക്ക് ഒരു വെല്ലുവിളിയാവൂ. അതെ. അപ്പൊ നമ്മുടെ ഷിബില് തന്നെ വരികൾ എഴുതി സംവിധാനം ചെയ്ത് പാടാൻ പോകുന്ന പാട്ട് നമുക്ക് കേൾക്കാം. ലോക്ക്ഡൌണിന്റെ ഇടനാഴികളിൽ കാൽനട കാണാതെ പുല്ലുമുളച്ചു. പുളകിത പ്രശാളന വേദികളിൽ നാരങ്ങ നീരുകൾ ഉറ്റിയിടുന്നു. ഇയർഫോണിന്റെ തന്തുക്കളിൽ ദീർഘധ്വനിനാദം കേട്ടിടുന്നു. ചോറ്റിലെ ചമ്മന്തി തീർന്നിടുന്നു. കൊക്കപ്പുഴുവിന്റെ മുടിവെട്ടുന്നു. ചക്കപ്പഴങ്ങൾ പഴുത്തു വന്നു. പ്ലിസ്കോം എന്നൊച്ചയിൽ വീണിടുന്നു. ചക്കക്കുരുക്കൾ തെറിച്ചിടുന്നു. ഹിരോഷിമയിൽ ബോംബിട്ട പോലെ. താങ്ക് യു. നിന്റെ ഭാവന ഏത് വഴിക്കൊക്കെയാ പോകുന്നത്? കൊക്കപ്പുഴുവിന് മുടി വെട്ടുക എന്ന് പറയുന്നത് ഏത് മലയാളത്തിൽ ഇന്നോളം ജനിച്ച് ജീവിച്ച ഏത് കവിക്ക് ഉണ്ടോ ഈ ഭാവന? കൊക്കപ്പുഴുവിന് മുടി വെട്ടുക എന്ന് പറയുന്നത് അതാണ് നിന്റെ ഭാവന കേട്ടോ. ഇവിടെ നിൽക്കേണ്ടവനല്ല. ഗംഭീരം. താങ്ക് യു.